ബിസിനസ് പ്രൊഫഷണൽ സ്കിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോളേജ് റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ്. ഫസ്റ്റ് വൺ, ഇൻ്റർനെറ്റ് എ നോളേജ് റെപ്പോസിറ്ററി. Internet is a knowledge repository or database that systematically stores information and knowledge. എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റെപ്പോസിറ്ററി ആണെന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് ആണെന്ന് പറയുന്നത് ഒരുപാട് ഇൻഫോർമേഷൻ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ഇൻ്റർനെറ്റിനെ നമ്മൾ കാണുന്നത്. Internet resources can be easily tapped by any person who has the skill to use the internet. അപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ അറിയുന്ന ഏതൊരു വ്യക്തിക്കും വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഇൻഫോർമേഷൻ ടാപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് എന്താ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. We can search any kind of information on the internet. Internet contain a good collection of e-knowledge resources such as online encyclopedia, e-book and digital libraries. അപ്പോൾ ഒരു ഇൻ്റർനെറ്റിൽ ഒരുപാട് കളക്ഷൻ നോളേജിൻ്റെ ഒരുപാട് കളക്ഷൻ എവിടെ ഉണ്ട്, ഒരു ഇൻ്റർനെറ്റിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഡിഫറെൻറ്റ് മെത്തേഡിലായിട്ട് അവിടെ എന്താണ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ റെപ്പോസിറ്ററികളിൽ കിടക്കുന്നു എന്ന് പറയുന്നു. അതായത് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നുണ്ട്, ഓൺലൈൻ എൻസൈക്ലോപീഡിയ, ഇ ബുക്സ്, ഡിജിറ്റൽ ലൈബ്രറീസ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻ ഇൻ്റർനെറ്റിൽ നിന്ന് ആക്സസ് ചെയ്യാൻ കഴിയും. ദെൻ നോളജ് റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ്: ഇലക്ട്രോണിക് ബുക്സ്, ഓഡിയോ റിസോഴ്സസ്, വീഡിയോ റിസോഴ്സസ്, ഇലക്ട്രോണിക് ജേർണൽസ്, ഓൺലൈൻ എൻസൈക്ലോപീഡിയ, ഓൺലൈൻ ഡിക്ഷണറി ആൻഡ് ഓൺലൈൻ മാഗസിൻ. First of all, electronic books. Electronic book is the book available in digital form, readable on electronic devices such as computer, smartphones and e-readers. അപ്പം നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആകുന്ന ഡിജിറ്റൽ ഫോമിൽ അവൈലബിൾ ആകുന്ന ബുക്കുകളെയാണ് നമ്മളെന്ത് പറയുന്നത്, ഇലക്ട്രോണിക് ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റീഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വളരെ എളുപ്പത്തിൽ റീഡ് ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് ദി ഇലക്ട്രോണിക് വേർഷൻ ഓഫ് ദി ട്രഡീഷണൽ പ്രിൻറ്റഡ് ബുക്ക്. അപ്പോൾ എന്താ, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെ കയ്യിലുള്ള ഒരു ബുക്കിൻ്റെ അതുപോലത്തെ ഒരു ഇലക്ട്രോണിക് വേർഷൻ ആണ് എന്ത് പറയുന്നത്, ഇ ബുക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Users can purchase an e-book on storage devices such as CD, but the most popular method of getting an e-book is to purchase a downloadable file of the e-book from internet. അതിൽ നമുക്ക് എന്താ ഒരു CD ആയിട്ട് എന്താ ചെയ്യാം, നമുക്കിത് ഇലക്ട്രോണിക് ബുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ മെയിനായിട്ട് ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം, നമ്മൾ ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ നിന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യാറ്. Some e-books can be downloaded at free of cost, while others need to be purchased at a price. ചില ബുക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇതുണ്ടായിരിക്കും. ചിലതിന് എന്തായിരിക്കാം അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അത് പേയ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. There are 3 ways to read e-books. ഒരു 3 വഴിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ ബുക്കും കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റും. Open and read ebook in electronic devices as other documents such as PDF files. Then read ebooks in a physical ebook reader. Install an ebook reader software in PC or mobile. അപ്പോൾ നമുക്ക് ഈ 3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് നമ്മളെ ഇലക്ട്രോണിക് ബുക്സ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഈ ബുക്ക് റീഡർ നമ്മൾ വാങ്ങിച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യാതെ PDF ഫയൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റീഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. ദെൻ e-book reader. An e-book reader is a portable handheld electronic device specialized for reading digital books. അപ്പോൾ ഈ ബുക്ക് റീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഹാൻഡ് ഹെൽഡ് നമുക്ക് കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫറെൻറ്റ് ഡിജിറ്റൽ ബുക്സ് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് എനേബിൾ റീഡേഴ്സ് ടു ബുക്ക് മാർക്ക് പേജസ്, മേക്ക് നോട്ട്സ്, ഹൈലൈറ്റ് പാസേജസ്, ചെക്ക് ഡിക്ഷണറി, എക്സ്പാൻഡ് ഫോണ്ട് ആൻഡ് സേവ് സെലക്റ്റഡ് ടെക്സ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റീഡേഴ്സ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ബുക്ക് മാർക്ക് ആയിട്ട് നമ്മളെ ഡിഫറെൻറ്റ് പേജസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നോട്ട്സ് തയ്യാറാക്കാം,
പാസേജസ് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിക്ഷണറി ചെക്ക് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എന്തിലുണ്ടായിരിക്കാം, ഒരു ഇ ബുക്ക് റീഡറിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. The e-book reader is normally designed to operate over long hours by consuming minimal power. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മിക്കവാറും എല്ലാ ഇ ബുക്ക് റീഡേഴ്സും ഒരുപാട് സമയം നമുക്ക് റൺ ചെയ്യിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. കാരണം അത് വളരെ കുറഞ്ഞ പവർ മാത്രമേ അത് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് നോക്കാം. ആമസോൺ കിൻഡിൽ, കോബോ, സോണി റീഡർ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മെയിനായിട്ട് ഇ ബുക്ക് റീഡേഴ്സിനുള്ള എക്സാമ്പിൾസ് പറയുന്നത്. It is also available in the form of software or apps that can be installed in any devices. അപ്പോൾ ഏത് ഡിവൈസിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇ ബുക്ക് റീഡേഴ്സിന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് മൈക്രോസോഫ്റ്റ് റീഡർ ആയിരിക്കാം, കിൻഡിൽ ഫോർ PC, കാൽബ്രി, ആമസോൺ കിൻഡിൽ ആപ്പ് എക്സെട്ര. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇലക്ട്രോണിക് ബുക്കുകൾ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. Then features of e-book. Tangibility, capacity of a book to convey information about itself through physical indicators such as size and formats. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാഞ്ചിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇ ബുക്കിൻ്റെ കപ്പാസിറ്റി ആണെന്ന് പറയുന്നുണ്ട്. എന്താണ്, ഒരു ഇൻഫോർമേഷൻ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സച്ച് ആസ് സൈസ് ആൻഡ് ഫോർമാറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് നമുക്ക് ആക്സെപ്റ്റബിൾ ആയ ഫോർമാറ്റും സൈസിലൂടെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി നമുക്ക് എന്ത് പറയാം, ടാഞ്ചിബിലിറ്റി എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ഡിജിറ്റൽ ഫോം. ഇറ്റ് ഈസ് എ ഇലക്ട്രോണിക് വേർഷൻ ഓഫ് എ പ്രിൻറ്റഡ് ബുക്സ് എന്ന് പറയുന്നു. അതായത് ഒരു സാധാ ഒരു പ്രിൻ്റ് ബുക്കിൻ്റെ ഒരു ഇലക്ട്രോണിക് വേർഷൻ ആണെന്ന് പറയുന്നു. ദെൻ സെർച്ചബിലിറ്റി. റീഡർ ക്യാൻ സെർച്ച് ഫോർ സ്പെസിഫിക് ടെക്സ്റ്റ് ഇൻ ഇ ബുക്സ്. നമുക്ക് ആവശ്യമുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. റെഫറൻസബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഇ ബുക്ക് ടെക്സ്റ്റ് കണ്ടെയ്ൻ ലിങ്ക്സ് ഫോർ റെഫറൻസ് ഓർ അഡീഷണൽ റീഡിങ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അഡീഷണൽ നമ്മളെന്തെങ്കിലും വായിച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫർദർ റെഫറൻസിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു ഇ ബുക്ക് സഹായിക്കുന്നു എന്ന് പറയുന്നു. ദെൻ നാവിഗേഷൻസ്. റീഡർ ക്യാൻ നാവിഗേറ്റ് ടു എ സ്പെസിഫിക് പേജ്. അപ്പോൾ ഡിഫറെൻറ്റ് പേജിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ ബുക്ക് മാർക്ക്. റീഡർ ക്യാൻ യൂസ് ഇലക്ട്രോണിക് ബുക്ക് മാർക്ക് ടു മാർക്ക് ദി ഏരിയ ഓൾറെഡി റീഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഓൾറെഡി റീഡ് ചെയ്തിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ബുക്ക് മാർക്ക് ആക്കിയിട്ട് മാറ്റി വയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്, ഒരു ഇ ബുക്കിലുണ്ട് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബുക്സ്. ഇ ബുക്സ് ആർ ഡെലിവേർഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പർച്ചേസ്. ദർ ആർ നോ പാക്കിംഗ് ആൻഡ് ഷിപ്പിംഗ് എക്സ്പെൻസസ്. അപ്പോൾ എപ്പോഴാണോ പർച്ചേസ് ചെയ്യുന്നത് ആ സമയത്തിന് നമുക്കത് വളരെ എളുപ്പത്തിൽ അത് ഡെലിവറി ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പാക്കിംഗ് അതുപോലത്തെ ഷിപ്പിംഗ് എക്സ്പെൻസ് ഒന്നുമില്ല, കാരണം അത് ഇലക്ട്രോണിക് ഫോം ആയതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇറ്റ് ഈസ് ആക്സസിബിൾ എവരിവെയർ അറ്റ് എനി ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് സമയം കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. നമ്മളെ പരിസ്ഥിതിക്ക് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന രീതിയിലൊന്നും എന്തില്ല. നമ്മൾ മരം പേപ്പറാണെങ്കിൽ ഒരുപാട് പേപ്പർ വേസ്റ്റേജ് വരും, ഇതൊക്കെ നമ്മുടെ മരങ്ങൾ മുറിച്ചിട്ടൊക്കെയാണ് പേപ്പർ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതിനില്ല എന്ന് പറയുന്നുണ്ട്. നോ നീഡ് ഓഫ് ലാർജ് ഫിസിക്കൽ സ്പേസ്. ഇപ്പോൾ നമുക്ക് ബുക്കൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഷെൽഫും കാര്യങ്ങളൊക്കെ വേണം, ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈസി റിട്രീവൽ. സ്റ്റോർഡ് ഇ ബുക്ക് ക്യാൻ ബി സെർച്ച്ഡ് ആൻഡ് റിട്രീവ്ഡ് ഈസിലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് സെർച്ച്, ഇപ്പോൾ ഒരുപാട് മെറ്റീരിയലൈസ്ഡ് ആയിട്ട് സാധനമാണ്, നമുക്ക് സെർച്ച് ചെയ്യാൻ ഒരുപാട് സമയം കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇത് നമ്മൾ ഇ ബുക്ക് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇ ബുക്സ് ആർ പോർട്ടബിൾ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര GB ആണെങ്കിൽ പോലും അതിനെന്തുണ്ടാവില്ല, വെയിറ്റ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ബുക്കാണെങ്കിൽ എന്തുണ്ടായിരിക്കും, നല്ല വെയിറ്റും കാര്യങ്ങളായിരിക്കും. പോർട്ടബിലിറ്റി വളരെ എളുപ്പം ഇതിനാണ്, ഇ ബുക്കിനാണെന്ന് പറയുന്നു. ഇ ബുക്ക് കണ്ടെയ്ൻസ് ലിങ്ക്സ് ഫോർ ഫർദർ ഇൻഫോർമേഷൻ. അപ്പോൾ കൂടാതെ എന്തായിരുന്നു, നമുക്ക് കൂടുതലായിട്ടുള്ള ഫർദർ ഇൻഫോർമേഷൻ കിട്ടാനൊക്കെയുള്ള ലിങ്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇ ബുക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇ ബുക്ക് കണ്ടെയ്ൻ മൾട്ടിമീഡിയ ഫോമാറ്റ്. അപ്പോൾ അതായത് മൾട്ടിമീഡിയാസ്, ഓഡിയോസ്, വീഡിയോസ്, ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ പറ്റും, ഒരു ഇ ബുക്കിൽ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇ ബുക്സ് ആർ പ്രിൻ്റബിൾ ഇഫ് നെസസറി. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഉള്ള ഓപ്ഷനും ഉണ്ട്. ഇ ബുക്ക് ക്യാൻ ബി അപ്ഡേറ്റഡ് വെൻ ന്യൂ എഡിഷൻസ് റിലീസ്ഡ്. അപ്പോൾ പുതിയ എഡിഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ഇ ബുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്.
ഫോൺസ് ക്യാൻ ബി റീസൈസ്ഡ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് യൂസേഴ്സ്. ആളുകൾക്കനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോണിൽ സൈസിൽ മാറ്റം വരുത്താൻ പറ്റും എന്ന് പറയുന്നു. സെയിം ഡിവൈസസ് ക്യാൻ ബി യൂസ്ഡ് ടു റീഡ് മെനി ബുക്സ്. അപ്പോൾ ഒറ്റ ഡിവൈസ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ജേണൽസും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇ ബുക്സുകളൊക്കെ വായിക്കാൻ പറ്റും. റീഡിംഗ് ഇ ബുക്സ് ബൈ ഇ ബുക്ക് റീഡേഴ്സ് എനേബിൾ ദി റീഡർ ടു ബുക്ക് മാർക്ക് പേജസ്, മേക്ക് നോട്ട്സ്, ഹൈലൈറ്റ് പാസേജസ്, ചെക്ക് ഡിക്ഷണറി, അഡ്ജസ്റ്റ് ഫോൺസ്, സേവ് സെലക്റ്റഡ് ടെക്സ്റ്റ് എക്സെട്ര. അപ്പോൾ ഇതിനുള്ള ഓപ്ഷനൊക്കെ എന്തിലുണ്ട്, ഒരു ഇ ബുക്കിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ഇ ബുക്സ്. നോട്ട് കൺവീനിയൻറ്റ് ലൈക്ക് പ്രിൻറ്റഡ് ബുക്സ് ടു റീഡ്. അപ്പോൾ നമ്മളൊരു സാധാ ഒരു ബുക്ക് വായിക്കുന്ന അത്ര കൺവീനിയൻ്റ് ആയിട്ട് എന്ത് വായിക്കാൻ പറ്റില്ല, ഒരു ഇലക്ട്രോണിക് ബുക്ക് വായിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇ ബുക്സ് ക്യാൻ കോസ് ഐ സ്ട്രെയിൻ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കണ്ണിനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. കാരണം ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ കണ്ടിന്യൂസ് ആയി നോക്കിയിരിക്കും. ഒരു വലിയ ഒരു നോവലൊക്കെ ആണെങ്കിൽ നമുക്കത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ത് ഇലക്ട്രോണിക് ബുക്കിൽ എന്ന് പറയുന്നു. റീഡിങ് ഇ ബുക്സ് റിക്വയർ പവർ. അപ്പോൾ പവർ മസ്റ്റാണ് എന്തിന്, ഒരു ഇ ബുക്ക് റീഡ് ചെയ്യാൻ. ഇൻ കേസ് പവർ ഫെയിലർ ഉണ്ടായാൽ നമുക്കത് റീഡ് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ ഇലക്ട്രോണിക് ഡിവൈസസ് സച്ച് ആസ് ഇ ബുക്ക് റീഡർ ആർ നീഡഡ് ഫോർ കംഫർട്ടബിൾ റീഡിങ്. അപ്പോൾ നമ്മൾക്ക് ഈ ഓരോ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ റീഡേഴ്സൊക്കെ എന്തിനു ആവശ്യമാണ്, നമുക്ക് ഇ ബുക്ക് റീഡ് ചെയ്യാൻ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇ ബുക്ക് റീഡേഴ്സ് ആർ കോസ്റ്റ്ലി. അപ്പോൾ ചില ഇ ബുക്ക് റീഡേഴ്സ് നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്യേണ്ടി വരും, ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും റീഡ് ചെയ്യാം. അപ്പോൾ കോസ്റ്റ്ലി ആണെന്ന് പറയുന്നു. പബ്ലിഷേഴ്സ് മേക്ക് റെസ്ട്രിക്ഷൻസ് ടു യൂസ് ഇ ബുക്സ് ഇൻ ലൈബ്രറീസ്. അപ്പോൾ എന്താ ലൈബ്രറീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റീഡേഴ്സ് ചിലപ്പോൾ ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അത് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളത് എമൗണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ എവിടെ വയ്ക്കാറുണ്ട്, ഇ ബുക്ക് റീഡിങ്ങിൻ്റെ കേസിൽ വരാറുണ്ട്. ഇത് നെക്സ്റ്റ് വരുന്നത് ചാൻസ് ഓഫ് പൈറസി. ദർ ഇസ് എ ചാൻസ് ഓഫ് ഷെയർ കോപ്പിറൈറ്റഡ് ബുക്സ് വിത്ത് അതേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൊള്ളയടിക്കുക അല്ലെങ്കിൽ എന്താ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ബുക്സുകൾ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, അത് ഷെയർ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണെന്ന് പറയുന്നു. സബ്ജക്റ്റ് ടു ഇൻ്റർനെറ്റ് ത്രെഡ്സ്. ഡൗൺലോഡിംഗ് ഇ ബുക്സ് ഫ്രം ഇൻ്റർനെറ്റ് ഈ സബ്ജക്റ്റ് ത്രെഡ്സ് സച്ച് ആസ് വൈറസ്, ബഗ്സ് ആൻഡ് അതർ സെക്യൂരിറ്റി ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ ഡിവൈസിൽ വൈറസ് കയറുക, അങ്ങനത്തെ പല പ്രോബ്ലംസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സാമ്പിൾസ് ഓഫ് ഫ്രീ ഇ ബുക്ക് റെപ്പോസിറ്ററീസ് ഓർ ഡിജിറ്റൽ ലൈബ്രറീസ്. ബുക്ക് ബോൺ, ഗൂഗിൾ ബുക്സ്, ഓറിയലി ഓപ്പൺ ബുക്സ്, ഫീഡ് ബുക്സ്, PDF ബുക്സ് വേൾഡ്, ഫ്രീ ടെക് ബുക്സ്, വിക്കി ബുക്സ്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുന്ന എന്താണ് ഇ ബുക്ക് റെപ്പോസിറ്ററീസ് ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഡാറ്റാബേസ് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ഓഡിയോ റിസോഴ്സസ്. The following are the main audio resources of internet that can be used for teaching and learning. First one, pronunciation of words. Example, pronunciation of a word in British and American English. ഇപ്പോൾ നമ്മളെ ചില വേർഡുകളൊക്കെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി തരാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇ ബുക്കിൽ അല്ലെങ്കിൽ ഈ ഓഡിയോ റിസോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സാധനം നമുക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് വോയിസിലൂടെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. മ്യൂസിക് ഇൻ MP3 ഫോർമാറ്റ്. മ്യൂസിക്കൽ ട്രെയിനിങ് ഹെൽപ്പ് ഡെവലപ്പ് ലാംഗ്വേജ് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ മ്യൂസിക് നമുക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ തന്നുകൊണ്ട് നമുക്ക് എന്താണ് അത് ലേണിങ്ങിന് വളരെ, അല്ലെങ്കിൽ മ്യൂസിക്കൽ ട്രെയിനിങ്ങിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് ആൻഡ് റീസണിങ്ങിനൊക്കെ നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഓഡിയോ നറേഷൻ ഓഫ് ടെക്സ്റ്റ് ഇൻ വിഷ്വൽ പ്രസൻറ്റേഷൻ. അപ്പോൾ നമ്മൾ വിഷ്വൽ പ്രസൻറ്റേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ നറേഷനായിട്ട് നമുക്ക് ഓഡിയോ കൊടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഓഡിയോ ക്ലിപ്സ് ആൻഡ് ലെക്ചേഴ്സ് ഓഫ് റിനൗണ്ട് പേഴ്സൺസ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ആളുകളെ എന്തായിരിക്കാം, ഓഡിയോ ക്ലിപ്പും ലെക്ചേഴ്സൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഓഡിയോ റിസോഴ്സസ് സഹായിക്കുന്നുണ്ട്. ദെൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, അതുപോലെ തന്നെ ഓഡിയോ പാർട്ട് ഓഫ് വീഡിയോസ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്തെന്നെ ആവശ്യമാണ്, ഓഡിയോ റിസോഴ്സ് ആവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ വീഡിയോൻ്റെ ഒരു പാർട്ടായിട്ട് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കാം, ഓഡിയോ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഹൗ ടു യൂസ് ഓഡിയോ ഇൻ ഇ ലേണിംഗ് എഫക്റ്റീവ്ലി. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ഇ ലേണിങ്ങിൽ എന്താണ് ഓഡിയോ എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. അവോയ്ഡ് ടെക്സ്റ്റ് സ്പീച്ച് റിഡൻഡൻസീസ്.
It should not be mere reading or narration of text. It must be used to elaborate upon the subject. നമ്മൾ ഓഡിയോ കൊടുക്കുന്ന സമയത്ത് അതൊരു മിയർ റീഡിങ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന രീതിയിലായിരിക്കരുത് എപ്പോഴും ശബ്ദം കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിൽ, അതായത് കൊടുത്ത ഇത് മാത്രം വായിക്കല്ല, അല്ലാതെ എലാബറേറ്റ് ചെയ്ത് പറയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഓഡിയോസ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. യൂസ് ഓഡിയോ വിത്ത് വിഷ്വൽസ് ഫോർ ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ടു ഓഫർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ വിഷ്വൽസിൻ്റെ കൂടെ ഓഡിയോ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മാറ്റർ ആണെങ്കിൽ അതിനൊന്നും കൂടി നല്ലത് എന്താണ്, വീഡിയോസിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടി ചെയ്യുക, ഓഡിയോ കൂടിയും കൊടുക്കുന്നതാണ് നല്ലത്. യൂസ് ഹൈ ക്വാളിറ്റി ഓഡിയോ വിത്ത് ഹൈ റെസൊല്യൂഷൻ ആൻഡ് ക്ലാരിറ്റി. അപ്പോൾ നമ്മൾ അതിൻ്റെ റെസൊല്യൂഷൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. നല്ല ക്ലാരിറ്റി ഉള്ള ശബ്ദമായിരിക്കണം കൊടുക്കേണ്ടത്. യൂസ് സ്റ്റാൻഡേർഡ് ആൻഡ് കോമ്പാറ്റബിൾ ഓഡിയോ ഫോർമാറ്റ് സച്ച് ആസ് MP3. അപ്പോൾ നമുക്ക് എല്ലാവർക്കും റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ഓഡിയോ കൊടുക്കേണ്ടതെന്ന് പറയുന്നു. ഓഡിയോ ഇൻസ്ട്രക്ഷൻസ് മേ ബി ഗിവൺ ഫോർ ഡൂയിങ് അസൈൻമെൻറ്റ്സ്, പ്രൊജക്ട്സ് എക്സെട്ര. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അസൈൻമെൻറ്റ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഓഡിയോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എലോ ലേണേഴ്സ് ടു കൺട്രോൾ ഓഡിയോ, അഡ്ജസ്റ്റ് വോളിയം, മ്യൂട്ട്, നറേഷൻ, റെക്കോർഡ് ആൻഡ് സേവ് ഓഡിയോ എക്സെട്ര. അപ്പം എന്ത് അത് ഓഡിയോ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി അത് ലേണേഴ്സിന് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഓഡിയോ മ്യൂട്ടാക്കാൻ, അല്ലെങ്കിൽ സൗണ്ട് കുറയ്ക്കാൻ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ, അത് സേവ് ചെയ്യാൻ, അതിലൊക്കെ ഓപ്ഷൻ ആർക്ക് കൊടുക്കണം, ലേണേഴ്സിന് കൊടുക്കണമെന്ന് പറയുന്നു. ആക്സസ് ലേണേഴ്സ് നോളേജ്. ലേണേഴ്സ് ആർ ഡയറക്റ്റഡ് ടു ഡെവലപ്പ് ആൻഡ് റെക്കോർഡ് ഓഡിയോ പ്രസൻറ്റേഷൻ ആൻഡ് ടു പ്രൊവൈഡ് ഓഡിയോ ഫീഡ്ബാക്ക്. അപ്പോൾ ലേണേഴ്സ് എന്താ, അവർ അങ്ങനെ ഡയറക്റ്റ് ആണ്, അവർക്ക് ഇത് വീഡിയോ അല്ല ഓഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാനും അത് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ, കൂടാതെ എന്താണ് ഒരു ഫീഡ്ബാക്കിനുള്ള ഒരു ഓപ്ഷനും കൂടി അതിൽ കൊടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. Then video resources. Video is the electronic medium for recording and displaying moving visuals with or without audio. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നത് തന്നെയാണ്, എന്താണ് മൂവിങ് പിക്ചേഴ്സിനെ നമ്മൾ മിക്കവാറും എന്ത് പറയുന്നത് ഓഡിയോ അല്ല വീഡിയോ എന്ന് പറയുന്നത്. അത് മേ ബി എന്തും ഇൻക്ലൂഡഡ് ആയിരിക്കാം, ഓഡിയോയും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ വീഡിയോ റിസോഴ്സസ് ക്യാൻ ബി ബെസ്റ്റ് യൂട്ടിലൈസ്ഡ് ഫോർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പേർപ്പസസ്. അപ്പോൾ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പർപ്പസിന് വളരെ ഏറ്റവും നല്ലത് എന്താണ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ വീഡിയോ റിസോഴ്സസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. ടീച്ചേഴ്സ് ക്യാൻ യൂസ് പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഓർ ക്യാൻ ഇൻട്രാക്ട് വിത്ത് ദി ലേണർ ത്രൂ വീഡിയോ കോൺഫറൻസിങ് ടൂൾസ്. ഒന്നില്ലെങ്കിൽ ടീച്ചേഴ്സ്ക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് വീഡിയോ കോൺഫറൻസ് നടത്തിയിട്ടൊക്കെ നമുക്ക് വീഡിയോ ടീച്ചേഴ്സിന് ലേണിങ്ങിൽ സഹായിക്കുന്നുണ്ട്. Number of free video sharing platforms are available on internet and the videos are now available on almost all subject and languages. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജും സബ്ജക്റ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീഡിയോസ് അവൈലബിൾ ആകാൻ ഇൻ്റർനെറ്റിലുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നു. വീഡിയോ റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ്. എന്തൊക്കെ റിസോഴ്സസ് ആണുള്ളത് നോക്കാം. വീഡിയോ ഹോസ്റ്റിംഗ് സർവീസസ് സച്ച് ആസ് യൂട്യൂബ്, വെമോ, ഡെയിലി മോഷൻ, ഫ്ലിക്കർ എക്സെട്ര. അപ്പം വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് അപ്ലോഡ് ചെയ്യാനൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് സൈറ്റുകൾ നമ്മൾക്ക് സഹായിക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ വീഡിയോ ഹോസ്റ്റിംഗ് സർവീസസ് സച്ച് ആസ് കോഴ്സെറ, സ്കൂൾ ട്യൂബ്, മാക് TV എക്സെട്ര. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സൈറ്റുകൾ നമ്മൾക്ക് പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയ സൈറ്റ്സ് വിത്ത് വീഡിയോ ഹോസ്റ്റിംഗ് സച്ച് ആസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എക്സെട്ര. നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മൾ പല വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. വീഡിയോ സെർച്ച് ഓപ്ഷൻ ഇൻ സെർച്ച് എഞ്ചിൻസ്. കൂടാതെ എന്ത് ചെയ്യാം, നമ്മൾ ഡിഫറെൻറ്റ് സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്, വീഡിയോ ഹോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷൻ സച്ച് ആസ് ഗൂഗിൾ മീറ്റ് ആൻഡ് സൂം. ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം വിത്ത് വീഡിയോ ഹോസ്റ്റിംഗ്. അപ്പോൾ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ എന്തിനുള്ള ഓപ്ഷനാണ്, അപ്പോൾ എന്താ വീഡിയോ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വീഡിയോ ഇൻ ലേണിംഗ്. അപ്പോൾ ലേണിങ്ങിൽ എന്തൊക്കെ ബെനിഫിറ്റാണ് വീഡിയോ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളതെന്നാണ് പറയുന്നത്.
ലേണിംഗ് ബിക്കം മോർ ഇൻട്രസ്റ്റിംഗ്. കീപ് ദി ലേണേഴ്സ് മോർ എൻഗേജ്ഡ് വിത്ത് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ കുട്ടികളൊക്കെ എന്താ കൂടുതൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഈസി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിട്ടൻഷൻ. അപ്പോൾ മനസ്സിലാക്കാനും അത് ഓർത്തെടുക്കാനൊക്കെ വളരെ എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. ലാർജ് എമൗണ്ട് ഓഫ് കണ്ടൻറ് ക്യാൻ ബി പ്രസൻറ്റഡ് ഇൻ എ ലിമിറ്റഡ് ടൈം. അപ്പോൾ ഒരുപാട് കണ്ടൻറ് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയർ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഈസിലി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഇപ്പോൾ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് എന്താണ്, വീഡിയോ ആണെന്ന് പറയുന്നുണ്ട്. കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഈസിലി. വളരെ ബുദ്ധിമുട്ടേറിയ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഇത് വളരെ വീഡിയോ കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ക്യാൻ ബി അക്കോമഡേറ്റഡ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ പറ്റും, ഈ ഒരു വീഡിയോസിലൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. എൻകറേജ് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യുന്നു. ഹൗ ടു യൂസ് വീഡിയോസ് എഫക്റ്റീവ്ലി ഇൻ ഇ ലേണിംഗ്. അപ്പോൾ ഇ ലേണിങ്ങിൽ എങ്ങനെ നമ്മൾ വീഡിയോസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. കീപ്പ് വീഡിയോസ് ഷോർട്ട് ആൻഡ് കൺസൈസ്. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മിക്കവാറും അത് ഷോർട്ട് വീഡിയോ ആയിരിക്കണം എന്ന് പറയുന്നത്. ഒരുപാട് വലിച്ചു നീട്ടി വലിയ വീഡിയോക്കാട്ട് ഏറ്റവും നല്ലത് എന്താ, ഒരു ചെറിയ നല്ല വീഡിയോ ആണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. വീഡിയോ ആൻഡ് സൗണ്ട് ക്വാളിറ്റി മസ്റ്റ് ബി ഗുഡ്. വീഡിയോ സൈസ് മസ്റ്റ് ബി ലോ, കംപ്രസ് ഫോർ മൊബൈൽ വ്യൂവിങ്. സൈസ് കുറവായിരിക്കണം. പിന്നെന്താ, കംപ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും, മൊബൈൽ വ്യൂസിന് കംപ്രസ് ചെയ്യാൻ പറ്റുക, അത് നല്ലതായിരിക്കും എന്ന് പറയുന്നു. ആഡ് ഇൻട്രാക്റ്റീവ് എലമെൻറ്റ്സ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഓർ ലിങ്ക് ഫോർ അതർ ആക്ഷൻസ്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. യൂസ് അപ്രോപ്രിയേറ്റ് കളർ കോമ്പിനേഷൻ. അപ്പം നമ്മൾ അതിൽ ഒരു വീഡിയോസിൽ കൊടുക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ ഐ അല്ലെങ്കിൽ കണ്ണിന് ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. യൂസ് മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്ട്സ് ടു ക്യാച്ച് ദി അറ്റൻഷൻ ഓഫ് ലേണേഴ്സ്. ഡിഫറെൻറ്റ് വോയിസ് മോഡുലേഷൻ പോലെ തന്നെ ഡിഫറെൻറ്റ് സൗണ്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യുക ലേണേഴ്സിനെ ഒന്നുകൂടി അട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അറ്റൻഷൻ പിടിച്ച് നിർത്താൻ പറ്റും. സപ്പോർട്ട് വീഡിയോ വിത്ത് അഡീഷണൽ ലേണിംഗ് മെറ്റീരിയൽസ് ഓർ നോട്ട്സ്. അപ്പോൾ എന്താ, വീഡിയോസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ലേണിംഗ് മെറ്റീരിയൽസും നോട്ട്സൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും വേണം. സെലക്ട് അപ്രോപ്രിയേറ്റ് വീഡിയോ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അതല്ല യൂട്യൂബ് ആണെങ്കിൽ വ്യൂസ് ആരും കയറാത്തതിലൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്ത് കാര്യമില്ല. വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും എല്ലാവരും കാണാൻ കഴിയുന്നതുമായിട്ടുള്ള പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. Then electronic journals or e-journals. It is a periodic publication in electronic format on the internet. പീരിയോഡിക്കലി നമ്മളിപ്പോൾ ജേണൽസ് സാധാരണ നമ്മൾ കിട്ടാറുണ്ട്, കമ്പനീസിനൊക്കെ ജേണൽസ് കിട്ടാറുണ്ട്. അതുപോലെ ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഇ ജേണൽസ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് കൺസെപ്ച്വൽ പേപ്പേഴ്സ്, റിസർച്ച് പേപ്പേഴ്സ്, റിവ്യൂ ആർട്ടിക്കിൾസ് എക്സെട്ര. ഇതിൽ എന്തൊക്കെ ഉണ്ടാകാറുണ്ട്, ഡിഫറെൻറ്റ് കൺസെപ്ച്വൽ പേപ്പേഴ്സും റിസർച്ചിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. Free and paid platforms such as Enlist, Science Direct, JSTOR, etc. are available on internet to access e-journal. ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആകുന്ന സൈറ്റുകളെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓൺലൈൻ എൻസൈക്ലോപീഡിയ or digital encyclopedia. It is a huge online database which contains information on all branches of knowledge accessible through internet. For example, Wikipedia, Encyclopedia Britannica Online, etc. അപ്പോൾ നമുക്ക് നമ്മൾ പറയാറുണ്ട് വിക്കിപീഡിയ ഈസ് എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയാറുണ്ട്. കാരണം നമുക്ക് എന്ത് കാര്യങ്ങളും സെർച്ച് ചെയ്താലും എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് അതിനുള്ള ഇൻഫർമേഷൻ വിക്കിപീഡിയ എന്നൊക്കെ അവൈലബിൾ ആണെന്ന് പറയുന്നു. ഓൺലൈൻ ഡിക്ഷണറി. It is an online resource that lists the words of language and give their meaning, pronunciation, origin, usage, etc. അപ്പോൾ ഓൺലൈൻ ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് വേർഡ്സിൻ്റെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻ്റെ മീനിങ്, അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്തത്, എന്നാണ് ഒറിജിൻ ചെയ്തിട്ടുള്ള അതിൻ്റെ യൂസേജ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതിനെയാണ് ഓൺലൈൻ റിസോഴ്സിനെ നമുക്ക് എന്ത് പറയാം, ഓൺലൈൻ ഡിക്ഷണറി എന്ന് പറയാം. എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. Wiktionary, Google Dictionary, Macmillan Dictionary, etc. Online magazine or webzine. It is a magazine published on internet. Some online magazine distributed through the World Wide Web called themselves webzines.
അപ്പോൾ എന്താ നമ്മളൊരു ഡിഫറെൻറ്റ് മാഗസിൻസ് എന്ത് ചെയ്യുക, നമ്മൾ ഇൻ്റർനെറ്റിലൂടെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഓൺലൈൻ മാഗസിൻ ആണെന്ന് പറയാം. മിക്കവാറും വേൾഡ് വൈഡ് വെബിലൂടെയൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാം, നമുക്ക് വെബ് സയൻസ് എന്ന് പറയാം. അടുത്തത് അതർ നോളേജ് റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ്. ന്യൂസ് പോർട്ടൽസ്, BBC വേൾഡ് ന്യൂസ്, NDTV എക്സെട്ര. തെസിസ് റിസർവോയേഴ്സ്, ഷോഗംഗ, OTD എക്സെട്ര. ഇൻഫോർമേഷൻ വെബ്സൈറ്റ്സ് പ്രൊവൈഡ് വെറൈറ്റി ഓഫ് ഇൻഫോർമേഷൻ. ബ്ലോഗ്സ്, ഇൻഡിവിജ്വൽ ഇൻഫോർമേഷൻ വെബ് പേജസ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വെബ്സൈറ്റ് എന്ന് പറയാം. ന്യൂസ് ഗ്രൂപ്പ്സ്, ഡിസ്കഷൻ ഫോറം ഓൺ സ്പെസിഫിക് ടോപ്പിക്സ്. എക്സാമ്പിൾസ് യൂസ്നെറ്റ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ അവിടെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ന്യൂസ് ഗ്രൂപ്പ്സ് ഉള്ളത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വെബ്സൈറ്റ് സച്ച് ആസ് Quora ആൻഡ് Yahoo ആൻസേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.